ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഇഷ്ടം. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിച്ചു, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നമ്മൾ വിശുദ്ധരായി തീരണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. നാം ഓരോരുത്തരും, ആരും ഒഴിവില്ല, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ വിശുദ്ധരായി തീരണം. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പരിശുദ്ധന്മാരായി തീരണം. ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന് സ്വഭാവമുള്ളവരായി തീരണം. അതാണ് യേശുക്രിസ്തുവിന് സ്വഭാവമുള്ളവരായി എന്ന് തീരണം ഓരോരുത്തരും. ക്രിസ്തുവിൻ്റെ സ്വഭാവം. ക്രിസ്തു ക്രൂശന്മേൽ കിടന്നപ്പോൾ ക്രിസ്തു അതിവേദനയോടെ പിടഞ്ഞത് നമുക്കറിയാം. പക്ഷേ ആരോട് പരിഭവം ഉണ്ടായില്ല. ചിന്തിക്കൂ, നമുക്ക് ഏതെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ പരിഭവം ഉണ്ടാകുന്നുണ്ടോ? ആരോടെങ്കിലും ഈർഷ്യ വരുന്നുണ്ടോ? ആരോടെങ്കിലും പകയോ വിദ്വേഷമോ വരുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും പരുഷത വരുന്നുണ്ടോ? യേശുക്രിസ്തുവിന് ആരോടും പരാതി ഉണ്ടായിരുന്നില്ല, ആരോടും പരിഭവം ഉണ്ടായിരുന്നില്ല. നമുക്കറിയാമല്ലോ, ക്രൂശുമേൽ കിടക്കുമ്പോഴും കർത്താവിൻ്റെ ഹൃദയം, പിതാവേ ഇവർ ചെയ്യുന്നത് എന്നത് എന്ന് ഇവരറിയായിൽ ഒരു ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായിരുന്നു. മുഖത്ത് തുപ്പിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കന്നത്തടിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കണ്ണ് മൂടിക്കെട്ടിയിട്ട് തല്ലിയതായിരുന്നു നീ പ്രവചിക്ക് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തലയിൽ മുൾമുടി വെച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്ര ഭയാനകമായ രീതിയിലാണ് ആ കൈകളും കാലുകളും തുളച്ചത്. ഒരു മരക്കഷ്ണം വേറെ മരക്കഷ്ണത്തിൽ വെച്ച് അടിച്ച് ചേർക്കുന്നത് പോലെ കൈകൾ ആണിയടിച്ച് ഉണങ്ങിയ മരത്തോട് ചേർത്തു. കാലുകൾ ഒന്നിനു മീതെ ഒന്നായി വെച്ചുകൊണ്ട് നീണ്ട കാലിൻപാണി കൊണ്ട് മരത്തോട് ചേർത്ത് തറച്ചു. വേദനിച്ച് പിടയുന്നു, ശരീരമാസകലം ചോരി ഒലിക്കുന്നു, നഗ്നനായി കുരിശുമേൽ കിടക്കുന്നു. നഗ്നത മറയ്ക്കാൻ മാർഗമില്ല. ആ മേലങ്കി അവർ ഊരിയെടുത്തു. അവർ പടയാളികൾ മേലങ്കിക്ക് വേണ്ടി ചീട്ടിട്ടുകൊണ്ടിരിക്കുന്നു, ആർക്ക് വേണമെന്നറിയാൻ. വേദനിച്ച് പുളയുമ്പോൾ ആരോടും പരാതിയില്ലാതെ, ആരോടും പരിഭവമില്ലാതെ, ഒട്ടും നിരാശയില്ലാതെ കുരിശുമേൽ കിടന്ന് പിടഞ്ഞു. ഇത് പറയുമ്പോൾ ഞാൻ ലജ്ജിക്കുന്നു. അതുപോലുള്ളതായ യാതനാഭരിതമായ കാര്യങ്ങൾ വന്നാൽ എങ്ങനെയാണ് ഞാൻ നേരിടാൻ പോകുന്നത്? ഞാൻ ഭയത്തോടെ ഞാൻ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരണം നാം. യേശുക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരായി തീരണം. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി തീരണം. ആരോടും പകയില്ലാത്ത സ്വഭാവമുള്ളവരായി നാം തീരണം. നിഷ്കളങ്കമായ സ്നേഹം മാത്രമായി നാം തീരണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൽ ആരോടും പരുഷത വരാൻ പാടില്ല. ഒരു കാരണവശാലും നമ്മളെ നിരന്തരം ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പാടുള്ളൂ. ഒന്നും നമ്മുടെ ഹൃദയത്തിൽ വരാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. അതാണ് ക്രിസ്തുവിൻ്റെ മനസ്സ്. ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ സ്വഭാവം. ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഒരൊറ്റ ദിവസം കൊണ്ട് ഇത് പ്രാപിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയില്ല. എന്നാൽ ക്രമാനുഗതമായി കുറേശ്ശെയായി നമ്മിലുള്ളതായ പാപത്തിൻ്റെ പ്രവണതകളെല്ലാം മാറി സമ്പൂർണമായ ഒരു വിശുദ്ധീകരണത്തിലേക്ക് കർത്താവ് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എനിക്കിത് അസാധ്യമാണെന്ന് നിങ്ങൾ പറയരുത്. എനിക്ക് സാധിക്കുന്നതാണ് അല്ല എന്ന് പറയരുത്. എനിക്കറിയാം, അനേകർ എനിക്ക് അയക്കുന്ന മെസ്സേജസിൽ നീ മനസ്സിലാക്കുന്നു, എരിവരിക്കൊള്ളുന്നൊരു സമൂഹം, യാതനയേറ്റ് പിടയുന്നൊരു സമൂഹം, ഭർത്താവിൻ്റെ മർദ്ദനമേറ്റ് പിടയുന്ന സ്ത്രീകൾ, ഭർത്താവ് മദ്യവെച്ചെന്ന് കൂത്താടി വന്ന് സ്ത്രീ ഒരു കാരണവുമില്ലാതെ തല്ലുന്ന അങ്ങനെയുള്ള കുടുംബങ്ങൾ, മക്കൾ വഴിതെറ്റി പോകുന്നതിൽ മനന്നത് കഴിയുന്ന കേഴുന്ന മാതാപിതാക്കൾ, മക്കളുടെ മാനസികാവസ്ഥ
അതിഭയാനകമായ രീതിയിൽ പോകുന്നത് കണ്ട് വേദനിച്ച് പൊളയുന്ന മാതാപിതാക്കൾ, മാനസിക രോഗമാണ് എന്നറിയാതെ, മാനസിക രോഗത്തിന് ചികിത്സിക്കാതെ മക്കളെ നന്നാക്കാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ. ഒരാളെന്നെ വിളിച്ചു, അവരുടെ മകൻ്റെ പ്രയാസം പറഞ്ഞു. പ്രയാസം എന്താണെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല, പക്ഷേ സാറേ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചാൽ ഫലപ്പെടില്ല. നിങ്ങളൊരു സമർപ്പണം എടുക്കണം. നിങ്ങളിൽ നിന്നുകൊണ്ട് വേണം കർത്താവിന് പ്രവർത്തിക്കാൻ. നിങ്ങൾ അപ്പനിലും അമ്മയിലും നിന്നുകൊണ്ട് വേണം കർത്താവിന് പ്രവർത്തിക്കാൻ. നിങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് കർത്താവ് പ്രവർത്തിക്കാൻ നിങ്ങൾ അവസരം കൊടുക്കണം. നിങ്ങൾക്ക് മാനസാന്തരമില്ല, നിങ്ങളുടെ ജീവിതം കർത്താവിന് സമർപ്പിച്ചിട്ടില്ല. നിങ്ങൾ കൂട്ടായ്മയിൽ പോകും, പള്ളിയിൽ പോകും, നിങ്ങൾ ആത്മീയ കാര്യങ്ങൾ താല്പര്യമുണ്ട്, അതുകൊണ്ടൊന്നും നിങ്ങളിൽ ദൈവം പ്രസാദിക്കില്ല. നിങ്ങൾ മുഴുവനായി ക്രിസ്തുവിനെ വിട്ടുകൊടുത്ത് ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഏറ്റവും വിശുദ്ധരും വിശ്വസ്തരുമായി നിങ്ങൾ നിന്നാൽ നിങ്ങളുടെ മകന് അത് അനുഗ്രഹമായി തീരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാം, മനോരോഗ വിദഗ്ധനെ കാണാം. നിങ്ങളുടെ മകൻ്റെ കാര്യത്തിൽ ഒരു മനോരോഗമാണ്, അതിന് ചികിത്സ അത്യാവശ്യമാണ്. മരുന്ന് കഴിക്കുന്നത് തെറ്റല്ല, മരുന്ന് കഴിക്കാം. അതുകൊണ്ട് പ്രാർത്ഥിക്കണ്ട എന്നല്ല, പ്രാർത്ഥിക്കണം. മരുന്ന് ഫലപ്രദമായി തീരാൻ പ്രാർത്ഥിക്കണം, മരുന്ന് കഴിക്കണം. എന്നോട് പറഞ്ഞു, അവൻ ഒരിക്കലും മരുന്ന് കഴിക്കാൻ തയ്യാറാവുകയില്ല, അവൻ രോഗമുണ്ടെന്ന് അവൻ സമ്മതിക്കുകയില്ല. ഞാൻ പറഞ്ഞു, നിർബന്ധിച്ച് അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞാൻ ചോദിച്ചു, എന്താണ് ഇനി ഇത് തുടങ്ങാൻ കാരണം? അവൻ എന്തോ മയക്കുമരുന്നുകൾ കഴിക്കുന്നുണ്ട്, ഏതോ ചില ഡ്രഗ്സ് കഴിക്കുന്നുണ്ട്, കഞ്ചാവ് വലിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെറുപ്രായം മുതലേ അവനെ വളരെ സൂക്ഷിച്ചിരുന്നെങ്കിൽ അത് വരില്ലായിരുന്നു. കാരണം നിങ്ങൾക്ക് പക്ഷേ ഭക്തിയില്ല, നിങ്ങൾ ക്രിസ്തു ഇല്ല. ഞാൻ പറഞ്ഞു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേകരിന്ന് എളിവരിക്കൊള്ളുകയാണ്. അനേകർ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ, ഏത് പ്രശ്നത്തിനൊരു പരിഹാരം മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിനായി ജീവിതം പൂർണ്ണമായി വിട്ടുകൊടുക്കുക, മുഴുവനായി വിട്ടുകൊടുക്കുക, ക്രിസ്തുവിൻ്റെ ഒരു ശുദ്ധിമതിയായി തീരുക, ക്രിസ്തുവിൻ്റെ ഒരു വിശുദ്ധനായി തീരുക. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ തോന്നും, ഇത് അസാധ്യമല്ലേ, എന്നെക്കൊണ്ട് സാധിക്കുമോ? എന്നെപ്പോലെ കഷ്ടപ്പാടും ദുരിതമുള്ളൊരു മനുഷ്യന് സാധിക്കുമോ? എന്നെപ്പോലെ ജോലി തിരക്കുള്ളൊരു മനുഷ്യന് സാധിക്കുമോ? എന്നെപ്പോലെ കുടുംബ ക്ലേശങ്ങളുള്ളൊരു മനുഷ്യന് സാധിക്കുമോ? അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ആർക്കും സാധിക്കും. സ്തോത്രം. ആർക്കും സാധിക്കും ഒരു വിശുദ്ധനായി തീരാൻ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആർക്കും സാധിക്കുന്ന മഹത്തായ ഒരു കാര്യമാണ് ഒരു പരിശുദ്ധനായി തീരുക എന്നുള്ളത്. സാധിച്ചേ തീരൂ. നമുക്ക് ദൈവരാജ്യത്തിൽ പോകണ്ടേ? പരിശുദ്ധന്മാർ മാത്രം വസിക്കുന്ന സ്വർഗീയ ഉന്നതങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലണ്ടേ? പരിശുദ്ധന്മാർക്കായി കാക്കപ്പെടും ഉദ്യാനം പോകണ്ടേ? പിതാക്കന്മാർ അങ്ങനെയാണ് പറഞ്ഞത്, പരിശുദ്ധന്മാർക്കായി കാക്കപ്പെടും ഉദ്യാനം പോകായുവാൻ എന്നെ തടയുന്നു, പിശാച് തടയുന്നു. ഞാൻ അഞ്ചുന്നൻ പാവത്ത ശുദ്ധ ദൈവത്തിന് സ്തോത്രം. പിതാക്കന്മാർക്ക് അറിയാമായിരുന്നു പാപം തടഞ്ഞു നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന്. പരിശുദ്ധന്മാർക്കായി കാക്കപ്പെടുന്ന ഉദ്യാനത്തിൽ പ്രവേശിക്കാതിരിക്കാൻ പാപം തടുത്തു നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് പിതാക്കന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഉറങ്ങാൻ നേരത്തെ അവർ പ്രാർത്ഥിക്കുന്നത്, സുത്താ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നത്. ഈ ഉറക്കത്തിലെങ്ങാൻ ഞാൻ കടന്നുപോയാൽ ഞാൻ ദൈവരാജ്യത്തിൽ എത്താതെ പോകുമോ? അതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്.
ഞാൻ പേടിച്ചു പോകുന്നതാണ്, ഞാൻ ഭയന്നു പോകുന്നു, ഞാൻ പരിഭ്രമിച്ചു പോകുന്നു, ഞാൻ അഞ്ചുന്നു. എൻ്റെ പാപത്താൽ വിശുദ്ധന്മാർക്ക് വേണ്ടി കാക്കപ്പെടുന്ന ഉദ്യാനത്തിലേക്ക് ഞാൻ പ്രവേശിക്കാതിരിക്കാൻ എൻ്റെ പാപം എന്നെ രോധിക്കുന്നല്ലോ, പാപം എന്നെ തടയുന്നല്ലോ എന്ന്. പിതാക്കന്മാർ പ്രകടമായി പാപം ചെയ്തവരല്ല. എന്നാൽ അവർ പറയാൻ കാരണം ഹൃദയത്തിൽ, വിചാരത്തിൽ, വികാരത്തിൽ, ചിന്തകളിൽ അവിടെ വരുന്ന ഈർഷ്യകൾ, അവിടെ വരുന്നതായ അസൂയകൾ, അവിടെ വരുന്നതായ അഹങ്കാരങ്ങൾ, അവിടെ വരുന്നതായ മിഥ്യ അഭിമാനങ്ങൾ, എന്തെല്ലാം ദ്രവ്യാഗ്രഹങ്ങൾ, ചിലരോടുള്ളതായ കൂടുതൽ ഇഷ്ടം, ചിലരോടുള്ളതായ കൂടുതൽ വൈരാഗ്യം, ഇങ്ങനെ അതെല്ലാം ഉള്ളിലുണ്ട്. അതൊന്നും പുറമേ കാണുകയില്ല. എന്നാൽ അത് മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ്, ഞാൻ ഭയന്നു പോകുന്നു. പരിശുദ്ധന്മാർക്കായി കാക്കപ്പെടും ഉദ്യാനം പോകായുവാൻ എന്നെ വേലി പോലെ പാവം തടുത്തു നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പഴയ നമസ്കാരത്തിൽ പറയുന്നത്, വേലിക്കൊപ്പം നേർക്കുന്നൻ കടമോർത്തുണ്ട് ഭയം നാഥ. വേലിക്കൊപ്പം നേർക്കുന്ന എൻ കടമോർത്ത് എനിക്ക് ഭയം, നാഥ ഭയമുണ്ട് എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം പാടുന്നവരല്ലേ നാം? അല്ലേ? നാം ഇതെല്ലാം പ്രാർത്ഥിക്കുന്നവരല്ലേ? ചൊല്ലിയാൽ മതിയോ? സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം ചൊല്ലിത്തീർക്കാൻ എളുപ്പമാണ്, ചൊല്ലി പോകാൻ എളുപ്പമാണ്, പാടാൻ എളുപ്പമാണ്. മധുവായി നിന്നുകൊണ്ട് ഇത് പാടിത്തരുമ്പോൾ താഴെ നിന്നുകൊണ്ട് എല്ലാവരും ചേർന്ന് പാടും. പക്ഷേ സ്വന്തം ജീവിതം എങ്ങനെ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒന്നുകൂടി നമുക്ക് പാടി നോക്കാം. ഞാൻ അഞ്ചുന്നൻ പാപത്താൽ ശുദ്ധേകോ മോദപ്പൂക്കായി വേലിയൊത്തന്നെ നാഥ എൻ പാപം രോധിക്കല്ലേ, രക്ഷിച്ചെന്നെ നരകത്തി ഏകുകവാസം തിരുഹിതമാം സ്ഥാനേ ബാരിക്കുമോർ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പാവം കണ്ടുപിടിച്ച് പിതാക്കന്മാർ കരഞ്ഞ് ഏറ്റുപറഞ്ഞ് നിത്യനായ ദൈവത്തോടെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാശ്വാസം. അപ്പോഴാണ് പാടുന്നത്, സ്തുതിയനുതാവക്കാർ മുൻപിൽ വാതിൽ തുറക്കും രാജാവാ ഈശോ പാദയാം ഞാനർത്തിപ്പു നൽവരദാനത്താൽ മോദം നൽകുക പാവുകദാതാവേ, തീരണമേ ഞാൻ നിന്നോട് കർത്താവേ സ്തുതി. അനുതാപക്കാരുടെ മുമ്പിൽ വാതിൽ തുറക്കുന്ന രാജാവായ യേശുവേ നിനക്ക് സ്തുതി. ഞാൻ അനുദപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ പ്രാർത്ഥന കേട്ട കർത്താവേ നിനക്ക് സ്തുതി. എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ പാവങ്ങൾ ക്ഷമിച്ചെന്ന കർത്താവേ നിനക്ക് സ്തുതി. കർത്താവേ, അനുതാപികളുടെ മുമ്പിൽ വാതിൽ തുറക്കുന്ന രാജാവായ യേശുവേ നിനക്ക് സ്തുതി. ഞാൻ പാതകിയാണ്, ഞാൻ കുറ്റവാളിയാണ്, ഞാൻ അർത്ഥിക്കുകയാണ്, ഞാൻ യാചിക്കുകയാണ്. കർത്താവേ, നിൻ്റെ നല്ല വരദാനങ്ങൾ എനിക്ക് തരണമേ, നല്ല വരദാനങ്ങൾ എനിക്ക് തരണമേ, നിൻ്റെ നല്ല വരങ്ങൾ എനിക്ക് തരണമേ, നിൻ്റെ അനുഗ്രഹം എനിക്ക് തരണമേ. പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിതൊക്കെ പാടുന്നവരല്ലേ? അല്ലേ? സ്തോത്രം. ഞാൻ നിൻ്റെ ഒരു വാദ്യോപകരണമായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിരന്തരം സ്തുതിക്കുന്ന ഒരു വാദ്യോപകരണം, സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ നേരം ഇടപെടാതെ കരയറ്റുന്ന ഒരു വാദ്യോപകരണമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഒരു കിന്നരമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പിതാക്കന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ അതുകൂടി പറയട്ടെ. നാം ഈ ബെസ്മൽക്കോ ഗീതങ്ങളിൽ, കൊക്കിലിയൻ ഗീതങ്ങളിൽ നാം പാടും, ശുചിയോട് ശുദ്ധിയ ബെസ്കോ ദിശ സ്പർശിച്ചുള്ള ഈ പാദങ്ങൾ
പൊക്ക് ഉദ്യാനദ്വാരങ്ങൾ വാനവരത്ത് വസിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഈ മദ്ബുഹായിൽ ചവിട്ടിയ, ഈ വിശുദ്ധ സ്ഥലത്ത് ചവിട്ടിയ പാദങ്ങൾ സ്വർഗീയോദ്യാനദ്വാരങ്ങൾ, സ്വർഗീയോദ്യാന കവാടങ്ങളിൽ പ്രവേശിച്ച് അവിടെ വാഴുവാനിടയാകണം. വാനവരോടുകൂടെ വസിക്കുവാൻ, സ്വർഗീയന്മാരോട് വസിക്കുവാൻ ഇടയാകണം. സ്വർഗീയ സേനകളോടുകൂടെ, വിശുദ്ധന്മാരോടുകൂടെ, സ്വർഗീയ സേനകളോടുകൂടെ ഈ കാലുകൾ, നിൻ്റെ വിശുദ്ധ സ്ഥലത്ത് ചവിട്ടിയ ഈ പാദങ്ങൾ സ്വർഗീയോദ്യാനത്തിൻ്റെ കവാടങ്ങൾ കടന്ന് പൂക്കുദ്യാന ദ്വാരങ്ങൾ വാനവരത്ത് വസിക്കണം. സ്തോത്രം. അനേകം നല്ല നല്ല ഗാനങ്ങളുണ്ട്, നല്ല നല്ല ഗീതങ്ങളുണ്ട്. ആരർത്ഥം അറിയുന്നു? ആയതനുഭവിക്കുന്നു? സ്തോത്രം. നിങ്ങൾ ഓർക്കണം, കർത്താവേ, വിശുദ്ധിയുടെ തേജസ്സുള്ള വചനം കേട്ട ഈ സ്ഥലത്ത് കാലുകുത്തിയ എൻ്റെ പാദങ്ങൾ പാപത്തിലേക്ക് ചലിക്കരുത്. വിശുദ്ധിയുടെ വചനം കേൾക്കാൻ ഇടവന്ന എൻ്റെ കാതുകൾ ചീത്ത വാക്കുകൾ കേൾക്കാൻ ഇടയാകരുത്. വിശുദ്ധിയുടെ വചനം കേട്ട എൻ്റെ കാതുകൾ, കർത്താവെ, ആ വചനം ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ നാവിൽ എഴുതാത്ത വാക്കുകൾ വരരുത്. ഈ നാവ് ക്രിസ്തുവിന് വേണ്ടി അർപ്പിക്കപ്പെട്ടതാണ്. ഈ നാവ് ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണ്. ഈ നാവ് ക്രിസ്തുവിന് വേണ്ടി അർപ്പിക്കപ്പെട്ടത്, ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ്. എൻ്റെ നാവ് അരുതാത്തൊരു വാക്ക് പറയില്ല, കോപിച്ചൊരു വാക്ക് പറയില്ല. സ്വന്തം ഭാര്യയോട് പോലും സ്നേഹമാണ്, എന്നാലും പ്രിയപ്പെട്ടവരെ, കോപിക്കരുത് എന്ന് ഞാൻ പറയട്ടെ. ഭാര്യ സ്നേഹമാണ്, ഇത് കുഴപ്പമൊന്നുമില്ല, ഐക്യമാണ്, എന്നാലും ചിലപ്പോൾ കോപിക്കുന്ന വാക്കുകൾ വരുന്നു. കോപിക്കുന്ന വാക്കുകൾ പാടില്ല, കോപം പാടില്ല. കോപം പിശാചിൻ്റേതാണ്. ദൈവത്തിന് സ്തോത്രം. കോപത്തിൻ്റെ വാക്കുകൾ വരില്ല. കർത്താവെ, നിൻ്റെ സാക്ഷ്യം പറഞ്ഞ ഈ നാവ് ഇനി ശാപത്തിന് വിട്ടുകൊടുക്കുകയില്ല, ആരെയും ശപിക്കുകയില്ല. കർത്താവെ, നിൻ്റെ നാമത്തിൽ പ്രസംഗിച്ചതായ ഈ നാവ് ആരെയും ശപിക്കാനിടയാവുകയില്ല. ഈ നാവ് അരുതാത്തതായ ഒരു ശബ്ദം പുറപ്പെടുവിക്കാൻ ഇടയാവുകയില്ല. ഇതെല്ലാമാണ് സമർപ്പണം. ജീവിതത്തിൽ വ്യക്തമായ ചില സമർപ്പണങ്ങൾ നമുക്ക് വരണം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. കർത്താവേ, നിൻ്റെ വചനം ധ്യാനിച്ച എൻ്റെ ചിന്താ സരണികൾ, എൻ്റെ ചിന്താമണ്ഡലം അശുദ്ധ ചിന്തകൾക്ക് ഇടം കൊടുക്കുകയില്ല. തീരുമാനിച്ച് നോക്കൂ, കാണാൻ നിങ്ങൾ ജയിക്കുന്നത്. അശുദ്ധ ചിന്തകൾക്ക് ഇടം കൊടുക്കുകയില്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അശുദ്ധ ചിന്തകൾ വരികയില്ല. നിങ്ങൾ തുറന്നു കൊടുത്താൽ മാത്രമേ ഈ ദുഷ്ടൻ അകത്തേക്ക് വരികയുള്ളൂ. വാതിൽ തുറന്നു കൊടുക്കരുത്. പിശാചിൻ്റെ ആലോചനയ്ക്ക് വാതിൽ തുറന്നു കൊടുക്കരുത്. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പിശാച് നിങ്ങളെ പരീക്ഷിക്കാൻ വരും. എങ്ങനെയും അകത്ത് കിടക്കാൻ നോക്കും. അവൻ എങ്ങനെയും അകത്ത് പ്രവേശിച്ച് നിങ്ങളെ ഉപദ്രവിക്കാൻ നോക്കും, നിങ്ങൾ നശിപ്പിക്കാൻ നോക്കും. അപ്പോൾ വചനം കൊണ്ട് പിശാചിനോട് എതിർത്തുകൊള്ളണം. വചനം കൊണ്ട്. ദൈവത്തിന് സ്തോത്രം. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോട് എതിർത്ത് നിന്നിട്ടില്ല. വചനം പറയണം, പാപത്തോട് പ്രാണത്യാഗത്തോട് എതിർത്ത് നിൽക്കണം. മരിക്കേണ്ടി വന്നാൽ ശരി, ഈ പാപം ഇനി എൻ്റെ ജീവിതത്തിൽ വരികയില്ല. ചിലരെല്ലാം എനിക്ക് എഴുതും വാട്സാപ്പ് മെസ്സേജിൽ, സാറേ, പാവചിന്ത വരാതിരിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറയും, പാവചിന്ത വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചാൽ ഫലമില്ല. അത് നിങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളാണ് പ്രാർത്ഥിച്ച് നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത്. നിങ്ങളുടെ സ്വന്തം കാര്യമാണത്. പാവചിന്ത വരാതിരിക്കാൻ ഞാൻ ഒരാളോട് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഗുണം കിട്ടുകയില്ല. അതെല്ലാം വ്യർത്ഥമായ പ്രാർത്ഥനകളായിരിക്കും. അങ്ങനെയുള്ള വ്യർത്ഥമായ പ്രാർത്ഥനകൾ എനിക്കില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ വിനയത്തോടും സ്നേഹത്തോടും കൂടെ നിങ്ങൾ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഓരോ അവയവങ്ങൾ മേലെ നിയന്ത്രണം വരണം. വിശുദ്ധി, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണത്തിന് ഓരോ അവയവം പ്രതിയായിട്ട് നിങ്ങൾ പരിശോധിക്കണം. ഓരോ അവയവങ്ങൾ, നമ്മുടെ എൻ്റെ കൈകൾ, എൻ്റെ കാലുകൾ, എൻ്റെ നാവ്, എൻ്റെ ചിന്താവസ്ഥരണി, എൻ്റെ ബുദ്ധി, എൻ്റെ വിചാരം, എൻ്റെ വികാരം, എൻ്റെ ആഗ്രഹം, എൻ്റെ മോഹം, എൻ്റെ താല്പര്യം, ഒന്നൊന്നായി ചിന്തിക്കൂ. ഒരിക്കലും ചീത്തപ്പടം കാണുകയില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെ എന്തിനാണ് കാണുന്നത്? ഒരിക്കലും എടുത്ത തീരുമാനത്തിൽ പുറകോട്ട് മാറുകയില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെ എന്തിനാണ് തെറ്റ് വരുന്നത്?
നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടനവനെ തൊടുന്നതുമില്ല. വചനമാണ്. ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടനവനെ തൊടുന്നതുമില്ല. ദുഷ്ടപിശാച് തൊടുകയില്ല. പിശാച് തൊടാതെ കർത്താവ് നമ്മളെ കാവൽ ചെയ്യും. ഒരു നല്ലവനായ യേശുവുണ്ട്, സ്നേഹമതിയായ ഒരു യേശുവുണ്ട്, സ്നേഹം മാത്രമായ ഒരു യേശുവുണ്ട്. ആരെങ്കിലും തന്നിലേക്ക് തിരിയുവാൻ ആഗ്രഹത്തോടെ നിൽക്കുന്നെങ്കിൽ അവരെ സ്വീകരിപ്പാൻ തയ്യാറായി നിൽക്കുന്ന യേശുവുണ്ട്. യഹോവയുടെ കണ്ണതെങ്കിൽ ഏകാഗ്രതന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെ ഓടാടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നതിന് ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നതിനെ രക്ഷയിലാക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. ഇതെല്ലാം വചനമാണ്. വചനം നിങ്ങൾ ഉരുവിടുക മാത്രമല്ല, വചനം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പ്രതിഷ്ഠിക്കണം. വചനം കൊണ്ട് നിങ്ങളുടെ ഉള്ളം നിറയണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾക്ക് ശുദ്ധീകരണത്തിലുള്ള വാഞ്ച തരാൻ കർത്താവ് ബന്ധപ്പെടുകയാണ്. ശുദ്ധീകരണത്തിലുള്ള വാഞ്ച, എനിക്കൊരു വിശുദ്ധനായി തീരണമെന്നുള്ളതായി വാഞ്ച. സ്തോത്രം. ഈ ക്രിസ്തുവിൻ്റെ ഒരു വിശുദ്ധനായി തീരണം, ക്രിസ്തുവിൻ്റെ ഒരു ശുദ്ധിമതിയായി തീരണം എന്നുള്ള വാഞ്ച. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, മക്കളും മക്കളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. വ്യക്തമായ സമർപ്പണത്തിലേക്ക് നിങ്ങൾ വരിക. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ തിരരക്തം അതിനുള്ള ശക്തി നിങ്ങൾക്ക് തരും. ക്രിസ്തുവിൻ്റെ തിരരക്തം നിങ്ങൾക്ക് ബലം തരും. ക്രിസ്തുവിൻ്റെ തിരരക്തം നിങ്ങളെ അനുഗ്രഹിക്കും. ക്രിസ്തുവിൻ്റെ തിരരക്തം നിങ്ങളെ കഴുകും. കഴിഞ്ഞകാല പാവങ്ങളെല്ലാം കർത്താവ് കഴുകിത്തരും. ഒട്ടും സംശയിക്കണ്ട. എല്ലാം കഴുകി മാറ്റും. എന്തെല്ലാം സംഭവിച്ചു പോയോ? പ്രാകുന്ന വാക്കുകൾ വന്നു പോയോ? ശപിക്കുന്ന വാക്കുകൾ വന്നു പോയോ? അശുദ്ധമായ വാക്കുകൾ വന്നു പോയോ? എല്ലാം കർത്താവ് കഴുകിത്തരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ആകുല ഭാരങ്ങൾ കർത്താവ് മാറ്റിത്തരും. കടത്തിൻ്റെ ഭാരങ്ങൾ കർത്താവ് മാറ്റിത്തരും. രോഗത്തിൻ്റെ ആകുലങ്ങൾ കർത്താവ് മാറ്റിത്തരും. ഹൃദയത്തിൽ സമാധാനം നിറച്ചു തരും. കർത്താവിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന് തൃക്കരം നിങ്ങളുടെ തലമേൽ വരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. യേശുക്രിസ്തുവിന് തൃക്കരം നിങ്ങൾ തലോടട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. യേശുക്രിസ്തു തൃക്കരം നിങ്ങളുടെ തലമേൽ വെച്ച് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരും അരികിലൂടെ നടന്നു പോകുന്ന യേശു നിങ്ങളുടെ അരികത്ത് നിൽക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. അരികത്ത് നിന്ന് ഭൂതാത്മാക്കളെ മാറ്റട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. നിങ്ങളുടെ മേലുള്ള ദുരാത്മാക്കൾ, നിങ്ങളുടെ മേലുള്ള ഭൂതാത്മാക്കൾ എല്ലാറ്റിനെയും നിശേഷം മാറ്റി നിങ്ങൾക്ക് സമാധാനം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയം തുറക്കുവീൻ. യേശുക്രിസ്തുവിനെ പ്രവേശിപ്പാൻ ഹൃദയം തുറക്കുവീൻ. വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തുവീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുരക്തം കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്തിൽ ജയൻ രക്തം സ്തോത്രം. സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ ജീവനുള്ള പിതാവേ, അവിടുത്തെ പൊന്നുപാദത്തിലേക്ക് ഞങ്ങളെ അടുപ്പിച്ചതിനായി സ്തോത്രം. അവിടെ നിങ്ങളുടെ ഇടയിലൂടെ നടന്ന ഓരോരുത്തരെയും തൊടുവാൻ തൃക്കരം നീട്ടിയതിനായി സ്തോത്രം. വിശ്വസ്തരുടെ മേൽ തൃക്കരം വെച്ചതിനായി സ്തോത്രം. സമർപ്പിച്ചവരുടെ മേൽ തൃക്കരം വെച്ച് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. തീരുമാനമെടുത്തവരുടെ തീരുമാനത്തിന്മേൽ തൃക്കരം വെച്ചതിനായി സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവേ, ഈ മക്കളെ തൊട്ട് അനുഗ്രഹിച്ച് പോകുന്നതിനായി ഞങ്ങളിതിനെ സ്തുതിക്കുന്നു, ഞങ്ങളിതിനെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ. കൃപയിൽ ഞങ്ങളെ പരിപാലിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.